ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. അതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. ആ വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നുണ്ട്. ഇന്നലെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ഉണ്ടാകും എന്ന് പറഞ്ഞ് വാർത്ത വന്നത്. റോസ് അവന്യൂ കോടതിയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇന്നലെ ജാമ്യം ലഭിക്കുമെന്ന് പറഞ്ഞത്. ഇ.ഡി. നടപടിക്ക് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുന്നതും ജാമ്യം ഇന്നലെ ലഭിക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കെജ്രിവാളിന് ജാമ്യമില്ല എന്നാണ് വാർത്ത വരുന്നത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? ഇതിനുള്ള കാരണം എന്താണ് ഷബ്ന? ദില്ലി ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഇ.ഡി. നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായി. ഇ.ഡിയുടെയും അതുപോലെ തന്നെ കെജ്രിവാളിന്റെ അഭിഭാഷകരും വാദം പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് രാവിലെ ഡൽഹി ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരുന്നു. ഇന്നലെ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും രാവിലെ ഡൽഹി ഹൈക്കോടതി ഈ കേസിൽ സ്റ്റേ അനുവദിക്കുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിൽ എതിർത്ത് ഇ.ഡി. നൽകിയ ഹർജിയിൽ വാദം നടത്തുകയും ചെയ്തു. ശക്തമായ വാദങ്ങൾ തന്നെ ഇ.ഡി. ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. കെജ്രിവാളിനെതിരെ ശക്തമായ തെളിവുകളുണ്ട്. ഈ പണം കൈപ്പറ്റിയതിന് തെളിവുകളുണ്ട്. വിചാരണ കോടതി തങ്ങൾക്ക് ആവശ്യമായ സമയം അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവരുടെ വാദം പൂർണ്ണമായും കേൾക്കണം എന്നായിരുന്നു കെജ്രിവാളിന്റെ ഇ.ഡിയുടെ അഭിഭാഷകന്റെ വാദം. അത്തരത്തിൽ വാദം നടത്തുകയും പിന്നീട് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഇതിനെ എതിർവാദം നടത്തുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഹർജിയിൽ കോടതി വിധി പറയുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉത്തരവ് 2 ദിവസത്തേക്ക്, അതായത് വിചാരണ കോടതിയുടെ ഉത്തരവ് 2 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമായിരുന്നു ഈ ഇ.ഡി. ഉന്നയിച്ചത്. വിചാരണ കോടതിയിൽ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചെങ്കിലും അത് അനുവദിച്ചില്ല. കെജ്രിവാളിനെതിരെ കൂടുതൽ തെളിവുകൾ തങ്ങൾക്ക് ഹാജരാക്കാനുണ്ടായിരുന്നു. വിചാരണ കോടതിയുടെ ഉത്തരവ് തലതിരിഞ്ഞതായിരുന്നു. രാവിലെ അനുവദിച്ച സ്റ്റേ നീട്ടണം എന്ന് ഇ.ഡിയുടെ അഭിഭാഷകൻ വാദം ഉന്നയിച്ചു. ഇ.ഡിക്ക് വേണ്ടി ASG രാജു ആണ് ഹാജരായി വാദം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ യഥാർത്ഥ വസ്തുത പരിഗണിക്കുകയാണെങ്കിൽ ജാമ്യം നൽകിയ ഉത്തരവ് റദ്ദാക്കേണ്ടി വരും എന്നായിരുന്നു ഈ ഇ.ഡി വ്യക്തമാക്കിയത്. എന്നാൽ കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു തെളിവും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് ഇ.ഡിയുടെ കണ്ണിൽ വളരെ ചെറിയ ഒന്നാണ്. സ്റ്റേ നടപടി പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും ജയിലിൽ പോകേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു നടപടി, അതായത് ഈ സ്റ്റേ അനുവദിച്ച നടപടി പിൻവലിക്കണം എന്നൊരാവശ്യമാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോഴും ഇതിൽ വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോടതി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. ജാമ്യം സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇപ്പോഴാണ് കോടതി ആ ഒരു ഉത്തരവ് വന്നത്. ഇ.ഡി. ശക്തമായ വാദങ്ങളാണ് ഉന്നയിച്ചത്. കെജ്രിവാളിനെതിരെ കൂടുതൽ തെളിവുകളുണ്ടെന്നും അതെല്ലാം ഹാജരാക്കാൻ സമയം വേണമെന്നുമാണ് ഇ.ഡി. കോടതിയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ഷബ്ന സിയാദ് നൽകിയത്.